അങ്ങനെ ചന്ദ്രമതി ശ്രുതിയും ചേർന്നിട്ട് രേവതിയുടെ പൂക്കട അങ്ങനെ തകർത്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഈ ഒരു വിഷമം മനസ്സിലാക്കുന്ന രേവതിക്ക് വേണ്ടി ഒരു മൊബൈൽ ഫ്ലവർ ഷോപ്പ് തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയുടെ ശ്രുതിയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ രേവതിയുടെ പൂക്കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ രേവതിക്ക് ഒരു സ്കൂട്ടി മേടിച്ച് കൊടുക്കുന്നുണ്ട്. ആ സ്കൂട്ടി ഷോപ്പിലെത്തി രേവതി കോൾ ചെയ്യാണ് സച്ചി. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത്. അപ്പോൾ രേവതി വിചാരിക്കും തനിക്ക് വല്ല സാരിയോ വല്ല വാങ്ങാനായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട കളറൊക്കെ സച്ചേട്ടൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ സാരിയൊന്നും വേണ്ട സച്ചേട്ടാ, എനിക്ക് വേഗം വീട്ടിലേക്ക് വന്നിട്ട് ഊണ് കഴിക്കാൻ നോക്ക്, ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണേ. എന്നാൽ സച്ചി പിന്നെയും ചോദിക്കട്ടെ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും രേവതി പറയുന്നത് വേണ്ട സച്ചേട്ടാ, എനിക്കിപ്പോൾ സാരിയൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ കാലത്ത് മുതലേ അമ്മ വീട്ടു ജോലിയൊക്കെ ചെയ്യാത്തതിന് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ സാരി കൂടെ വാങ്ങി തന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് പുതിയ സാരിയൊക്കെ വാങ്ങിക്കൊടുത്തു എന്നും പറഞ്ഞിട്ട് അമ്മ എന്നെ തന്നെയായിരിക്കും ഇനിയും പറയുക. അതുകൊണ്ട് സാരിയൊന്നും വേണ്ട, സച്ചിയേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ അത് പറഞ്ഞാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങ് കടുംപിടുത്തം പിടിക്കാനോട്ടോ. അപ്പോൾ സച്ചിയോടായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് അങ്ങനെ റെഡ് കളറിലുള്ള ഒരു സ്കൂട്ടി വാങ്ങുകയാണ് കേട്ടോ രേവതി പറഞ്ഞിട്ട്. രേവതിയുടെ ഇഷ്ടപ്പെട്ട കളർ റെഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ റെഡ് കളറിലൊരു സ്കൂട്ടിയാണ് നമ്മുടെ സച്ചി വാങ്ങിക്കൊടുക്കുന്നത്. ഇത് വളരെയധികം മാറ്റമാണ് ആ വീട്ടിൽ വരുത്തി തീർക്കുന്നത്. നമുക്കറിയാം ഓരോ എപ്പിസോഡ്സിലും എത്രമാത്രം രേവതി അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ രേവതിയുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെ മാറുകയാണ്. അതും വാങ്ങിച്ച് വീട്ടിലെത്തുന്നതിന് ശേഷം എല്ലാവരും ഫോൺ ചെയ്ത് മുറ്റത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് സച്ചി. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഗേറ്റ് പൂട്ടി. അതിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൻ എന്ത് കാണിക്കാനാ എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രുതിയാണെങ്കിലോ പറഞ്ഞു പോകുന്നുണ്ട്, ഇതെന്താ സ്കൂൾ സ്റ്റുഡൻസിനെ നിർത്തിയിരിക്കുന്ന പോലെ എല്ലായിടത്തും വന്ന് നിൽക്കാൻ പറയുന്നത്. ആ സമയം നമ്മുടെ സച്ചി രേവതി നോക്കി പറയുന്നുണ്ട്, രേവതി ദേ ഞാനൊരു സാധനം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് കേട്ട് വല്ല ഷോറൂം ഓപ്പണിംഗ് ആണോ? അപ്പോൾ ചന്ദ്രകാലേക്ക് പറയുന്നുണ്ട്, ആരിവനോ കാലത്തൊരു കട എടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ, ഇനിയൊരു പുതിയ കട. എന്നാൽ ചന്ദ്രമതിയും ശ്രുതിയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് സച്ചി വണ്ടി ഓപ്പൺ ചെയ്യാണ് കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും ആദ്യ പേരുകൾ കാറിൽ ഒട്ടിച്ച് വെച്ച പോലെ തന്നെ ഇതിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സച്ചി എല്ലാവരും കേൾക്കെ പറയണേ രേവതി സ്വന്തം കാലിൽ നിന്ന് വിജയിക്കാനേ ഒരു കട വെച്ച് കൊടുത്തു. എന്നാൽ അവളുടെ വളർച്ച കൊണ്ട് ചിലരുടെ കണ്ണ് തീരെ പിടിച്ചില്ല. അതുകൊണ്ടാണ് പാര പണിത് ആ കട അങ്ങ് പൊട്ടിച്ചത്. അത് പോയതിൻ്റെ ദുഃഖം രേവതിക്ക് എന്ത് മാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വെറുതെ വീട്ടിലിരിക്കാനുള്ളവളൊന്നുമല്ല എൻ്റെ രേവതി, ഓടിച്ചാടി നടക്കേണ്ടവളാ. വെറുതെ വീട്ടിലിരിക്കുകയൊക്കെ അറിയാലേ. ഇവിടെ ചിലർ കാശ് സമ്പാദിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ രേവതി ഉണ്ടല്ലോ, അവൾ കുഞ്ഞുനാൾ മുതലേ സമ്പാദിക്കാൻ തുടങ്ങിയതാ എന്നെല്ലാം ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ നോക്കി സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അത് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമല്ലേ, പക്ഷേ നീ എന്തിനാ ഈ വണ്ടി വാങ്ങിയത്? ഇന്നു മുതൽ ഇതാണച്ചാ പുതിയ ഫ്ലവർ ഷോപ്പ്. ഇതേ മൊബൈൽ ഫ്ലവർ ഷോപ്പ് അച്ഛാ. ഇതിൻ്റെ പുറകിൽ നിറയെ ഫ്ലവർ വെച്ച് എവിടേക്ക് വേണമെങ്കിലും എൻ്റെ രേവതിക്ക് കൊണ്ടുപോകാം. ഈ ബോക്സിൽ എത്ര ഫ്ലവർ വേണമെങ്കിലും രേവതിക്ക് വെക്കാനും പറ്റും. ശേഷം രേവതിയോട് വണ്ടി ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടാ ഇപ്പോൾ അനാവശ്യമായിട്ടൊരു കാശ് ചിലവാക്കിയത്, വണ്ടിയൊക്കെ വാങ്ങിയത്? അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ സ്വന്തം പണം കൊണ്ടല്ലേ എനിക്ക് കാറ് വരെ മേടിച്ചു തന്നത്, അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേന്ന് വെച്ച് പറയാം കേട്ടോ. സച്ചിയുടെ വാക്കുകൾ കേട്ട് രേവതിക്ക് അങ്ങ് സന്തോഷമാവുകയാണേ. അതേസമയം ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, നീ എന്നിട്ട് എന്തിനാ ഈ ഷോപ്പിന് നമ്മുടെ അമ്മയുടെ പേര് കൊടുക്കാത്ത? അത് പിന്നെ പാർലറേട്ടത്തിയുടെ പേരിന് അമ്മയുടെ പേര് കൊടുത്തിട്ട് എന്തായി? പാർലറിൻ്റെ പേര് തന്നെ എടുത്ത് മാറ്റേണ്ടതെന്നില്ലേ? ഫ്ലവർ ഷോപ്പിന് അമ്മയുടെ പേര് തന്നെ കൊടുത്തു. എന്നിട്ട് എന്തായി? കോർപ്പറേഷൻകാർ വന്ന് അത് തൂക്കിക്കൊണ്ട് പോയില്ലേ? ആ പേരിന് ഒട്ടും രാശിയില്ല. അതുകൊണ്ടാണ് വെച്ചാൽ ഞാൻ രേവതിയുടെ പേരും എൻ്റെ പേരും ചേർത്ത് വെച്ചത്. ഇതൊക്കെ ഇട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. വർഷയാണെങ്കിലോ സച്ചിയോട് പറയുന്നുണ്ട്, ഈ ഐഡിയ ഉഗ്രനായിട്ടുണ്ട്. ഈ ഫ്ലവർ ഷോപ്പ് ഇടത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ. മാത്രമല്ല എവിടെ വേണമെങ്കിലും പാർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരും ഇനി ഇതിനെ ചൊല്ലിയിട്ട് ഒന്നും പറയാനും വരില്ല. പിന്നെ വീണ്ടും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് കൺഗ്രാറ്റ്സ് എടുത്തി എന്ന് പറഞ്ഞിട്ട് വർഷ രേവതിയുടെ കൈ പിടിക്കുന്നുണ്ട്. തുടർന്ന് സച്ചിയാണെങ്കിലോ അച്ഛൻ്റെ അമ്മയുടെ കൈ കൊണ്ട് തന്നെ രേവതിക്ക് താക്കോൽ കൊടുക്കാൻ പറയുന്നുണ്ട്. രവീന്ദ്രനാണെങ്കിലും ചന്ദ്രയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരികയാണ്. ശേഷം രേവതിയുടെ കയ്യിലേക്ക് രണ്ടുപേരും ആ താക്കോൽ കൊടുക്കുന്നതാണ്. രേവതി ആണെങ്കിൽ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്.
ഇനി മേലിൽ നിന്നെ ആരും പണിയില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കില്ല രേവതി. ഇനി നീ ധൈര്യമായിട്ട് വണ്ടിയെടുത്ത് ഓടിക്കാൻ പറഞ്ഞിട്ട് രേവതിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് സച്ചി. ചന്ദ്രയും ശ്രുതിയൊക്കെ ആണെങ്കിലോ ദേഷ്യത്തിലകത്തേക്ക് പോകുന്നുണ്ട്. രേവതി ആണെങ്കിൽ സച്ചിയോടും കൂടി ബാക്കിലേക്ക് കയറാൻ പറയുന്നുണ്ട്. സച്ചിയെ ബാക്കിലേക്ക് കയറാൻ പറഞ്ഞിട്ട് ഓടിക്കുകയാണ് കേട്ടോ. രേവതി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ എന്ന് സച്ചി രേവതിയെ അഭിനന്ദിക്കാനും മറക്കുന്നില്ല കേട്ടോ. അതേസമയം ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ സച്ചിയെ കണ്ടില്ലേ, അവൻ്റെ രേവതിക്ക് ഫ്ലവർ ഷോപ്പ് വരെ ഇട്ട് കൊടുത്തു. അവന് വേണ്ടി രേവതി ആണെങ്കിലോ സ്വന്തം പണത്തിന് കാറ് വരെ മേടിച്ചു. ശ്രീകാന്ത് ആണെങ്കിലും വർഷയാണെങ്കിലും ജോലിക്ക് പോയിട്ട് നന്നായിട്ട് കാശ് സമ്പാദിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിലും വൈകാതെ കാറ് വരെ മേടും. അവരുടെയൊക്കെ ലൈഫിലെല്ലാം നടക്കുന്നുണ്ട് ശ്രുതി. എന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളത്? ഇതെല്ലാം കേട്ടിട്ട് നിനക്ക് പിന്നെ അമ്മായിയച്ഛനെ കൊണ്ടായിരിക്കുമല്ലോ. നിൻ്റെ അച്ഛൻ എപ്പോഴാണ് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രുതി ചോദിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ സിറ്റുവേഷൻ അറിയില്ല നിനക്ക്. എൻ്റെ അച്ഛൻ എപ്പോൾ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്നെക്കാളും വലുത് എൻ്റെ അച്ഛൻ്റെ പണമായിരുന്നു അല്ലേ? അല്ല, അത് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ പോലും മാരേജ് ചെയ്തത്? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അച്ഛനെ പറ്റി അങ്ങനെ ചോദിക്കുന്നത്? ആദ്യം നീ അത് സ്റ്റോപ്പ് ചെയ്യും. അങ്കിള് തന്ന 50 ലക്ഷം രൂപ നീ കൊണ്ടുപോയി തൊലച്ചു. ആദ്യം അത് തിരിച്ചു പിടിക്കാൻ നോക്ക്. ശ്രുതിയുടെ കുത്തുവാക്കുകൾ കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, ഇനി ആ പണം എങ്ങനെ തിരികെ കൊടുക്കാനാ? അത് കൊണ്ടൊരുത്തി കടന്നു കളഞ്ഞില്ലേ? ഞാനത് ഇപ്പോഴാണ് ശ്രുതി ആ പെണ്ണിൻ്റെ പേരാണെന്ന് ചോദിക്കുന്നത് ശ്രുതിയോട്. നീലിമ എന്നാണ് പറയുന്നത്. നീലിമയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം. എങ്ങനെയെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കണം. അവളുടെ അടുത്തോട്ട് പോയി നമുക്ക് തിരിച്ചു മേടിക്കണം. കാനഡയിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് തിരിച്ച് കണ്ടുപിടിക്കണം. ഏജൻസി മാർഗമായിരിക്കുമല്ലോ അവൾ പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഏജൻസിയിൽ പോയിട്ട് അവളെക്കുറിച്ച് ചോദിക്കാം. പിന്നെ അവളുടെ അഡ്രസ്സ് എന്തായാലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഈ സമയത്ത് നീലിമയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നീ ഇത്രയും കാലം അവളുടെ ഫോട്ടോ മൊബൈലിൽ വെച്ചുകൊണ്ട് നടന്നല്ലോ ശ്രുതി. എന്തായാലും ഏജൻസിയിൽ ആ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് നീലിമയെ പറ്റി ഡീറ്റെയിൽസൊക്കെ ശ്രുതി ആവശ്യപ്പെടുമ്പോൾ ഏജൻസിക്കാർ പറയുന്നുണ്ട്, സോറി, കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇതിനിടയ്ക്ക് ശ്രുതി പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് നീലിമയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മേടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. കാലത്ത് അവളുടെ മുത്തശ്ശി മരിച്ചെന്നും അതുകൊണ്ട് തന്നെ അവളെ ഇൻഫോം ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലമെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ പറയുമ്പോൾ അവരതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അവർ നിരാശരാക്കി പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പണം കിട്ടാനായിട്ട് നീലിമ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് അറിയാതെ ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ, നീ വിഷമിക്കണ്ട, അവളെ ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരും ഉറപ്പായിട്ടും. നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചെടുക്കാമെന്ന് പറയുകയാണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാമെന്ന് പറയാം. അങ്ങനെ ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ് ശ്രുതി. അതിനുശേഷം കാണിക്കുന്നത് നീലിമ കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് സച്ചിയുടെ കാറിലാണ് നീലിമ സഞ്ചരിക്കുന്നത്. കാറിലിരുന്നുകൊണ്ട് ശ്രുതി മൊത്തമുള്ള പഴയ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ്. ശ്രുതിയുടെ ഫോട്ടോ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ കാറിലിരുന്നുകൊണ്ട് നീലിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീലിമയോട്, ഏത് നാട്ടിൽ നിന്നാണ് മാഡം വരുന്നതെന്ന് കാനഡയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നിങ്ങൾ അവിടെ നിന്നാണോ ചിലരെ ഇവിടെ നിന്ന് കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക? നിങ്ങളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇവിടെ നിന്ന് നീലിമ ചോദിക്കാം, നിങ്ങൾ കാനഡയിലേക്ക് പോകണോ? അപ്പോഴേക്കും സച്ചി പറയാം, അയ്യോ മാഡം, ഞാൻ എന്തിനാണ് മാഡം അങ്ങോട്ടേക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞതേ എൻ്റെ വീട്ടിലൊരുത്തനുണ്ട്, അവനാണെങ്കിൽ കാനഡയിലേക്ക് പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. ആ നാട് ഇങ്ങനെയാ, കൊള്ളാവോ? വെരി ബ്യൂട്ടിഫുൾ കൺട്രി എന്നിങ്ങനെ പറയുകയാണ്. മാഡം എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്കിവിടെ ഒരു ബിസിനസ്സാണെന്നും ഞാനിങ്ങോട്ടേക്ക് ഇപ്പോഴും വന്നത് എനിക്കിവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനുണ്ടെന്നും അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണെന്നും നാളെ തന്നെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചിയോട് തന്നെ നാളെ എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പോകാമെന്നും പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴാന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതിയെന്നും പറയുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും സച്ചി അവരോട് ചോദിക്കുന്നുണ്ട്. നീലിമയോട് കാനഡയിലേക്ക് പോകാൻ ഒരുപാട് കാശ് ചിലവാകുമോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, വീട്ടിൽ അവൻ പോകണമെന്നും പറഞ്ഞിട്ട് വീട്ടിലൊരുത്തൻ 4 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഞാൻ പോകുമ്പോൾ 10 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണേ. അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് നീലിമ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ നീലിമ തന്നെയാണ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയും വാങ്ങിക്കൊണ്ട് അവനെ പറ്റിച്ചുകൊണ്ട് നാട് വിട്ട ആ പെൺകുട്ടിയെന്ന്. എന്തായാലും അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.